അന്ന് മാധ്യമങ്ങൾ ഇടയ്ക്കൊരു ഇത്രയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ ക്യാമ്പയിൻ വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞങ്ങൾ ഇത് വസ്തുതാപരമായി ഇപ്പം ഞാൻ നോക്കി ഇന്നത്തെ വാട്ട് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്സ് ടുഡേ, ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ദ പബ്ലിക് ഡൊമൈൻ. എവറിത്തിങ് ഇസ് അവൈലബിൾ ഇൻ ദ പബ്ലിക് ഡൊമൈൻ. 3,35,214 new units started within 2 years and 8 months. A great achievement. I would also like to congratulate the government of Kerala under the leadership of the Honorable Chief Minister, Mr. P. Vijayan and Shri P. Rajiv Ji, the Honorable Minister for Law, Industries and COIR, on having developed such an impactful and innovative industrial policy. By the way, they and Mr. Hanishi talked about Mumbai and Delhi. But let me tell you another thing, and that is the world is studying it. I'm very delighted to tell you that the American Society of Public Administration, USA, has selected the Year of Enterprises initiative as an innovative policy catering to the development of an entrepreneurship ecosystem and has invited the officials to showcase YOE to public policy and administration experts from over 150 countries in Washington, D.C. in March 2025. A proud moment for India, a proud moment for Kerala, a proud moment for everyone out here. ഇയർ ഓഫ് എൻ്റർപ്രൈസസ് ഇന്നിപ്പോൾ രാജ്യമാകെ ശ്രദ്ധിക്കുന്ന ഒരു ക്യാമ്പയിനും ഒരു പദ്ധതിയുമായി മാറി. ഈ ലക്ഷ്യം മുൻനിർത്തിയ ഒരു പദ്ധതി നമ്മൾ വിഭാവനം ചെയ്യുമ്പോൾ പലരും പറഞ്ഞ് നമ്മൾ 1,00,000 സംരംഭം ഒരു വർഷം ഒന്ന് വയ്ക്കണോ, നമുക്കൊരു 25 ഒക്കെ പറഞ്ഞിട്ട് ഒരു 30 ഒക്കെ അച്ചീവ് ചെയ്താൽ അതായിരിക്കില്ലേ കുറെ കൂടി അംഗീകാരം. ഇത് ഫസ്റ്റ് മീറ്റിംഗ് ആണ്. when I have mooted this idea to establish 1,00,000 enterprises within a year. When the response from the officers, we have to fix the target 25,000. Then if we could achieve 30,000, then it is a big victory. We can fix 1,00,000. പിന്നെ നമ്മൾ joint efforts. We have constituted a ministerial committee under the chairmanship of Chief Minister. നമ്മളെല്ലാ മിനിസ്റ്ററോടും ചോദിച്ചു, നിങ്ങളുടെ മേഖലയിൽ നിന്ന് എന്തെല്ലാം പുതിയ ഇൻഡസ്ട്രി വരാം. കൗതുകകരമായ പലതും വന്നു. ഇപ്പോൾ അനിമൽ ഹസ്ബൻഡറിയുടെ വന്നപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ ബോർഡിങ്ങും ബ്യൂട്ടി പാർലറും തുടങ്ങാതാണ്. ബോർഡിങ് ആൻഡ് ബ്യൂട്ടി പാർലർ മനുഷ്യർക്കല്ല, പട്ടികൾ, പൂച്ചകൾ, ഡോഗ്സ്, കാറ്റ്സ്, എനിക്ക് ബോർഡിങ് ബ്യൂട്ടി പാർലർ. കാരണം കോവിഡ് വന്നപ്പോൾ എല്ലാവരും ഈ വളർത്തൽ കൂടി. അപ്പോൾ അതിൻ്റെ ഭാഗമായി പുതിയൊരു ഏരിയ ഉയർന്നു വന്നു. അപ്പോൾ കറക്റ്റാണ്. ഇപ്പോൾ കോടികളുടെ ടേൺ ഓവറുള്ള അത്തരം സ്ഥാപനങ്ങളുണ്ട് കേരളത്തിൽ. ഇങ്ങനെ ഓരോ വകുപ്പും ഏതെല്ലാം വ്യവസായങ്ങൾ അവരുടേതായി തുടങ്ങാൻ കഴിയും. പിന്നെ നമ്മൾ ഇന്ത്യൻസ് എല്ലാ പഞ്ചായത്തിലും ഓഫീസേഴ്സ് IIM ഇൻ കാലിക്കറ്റ് ട്രെയിനിങ്. ഞാൻ എപ്പോഴും പറയാവുന്ന പോലെ കണ്ണടകളൊക്കെ മാറ്റി കൊടുത്തു. സംശയത്തിൻ്റെ കണ്ണട മാറ്റി ട്രസ്റ്റിൻ്റെ കണ്ണട കൊടുത്തു. നേരത്തെ വരുന്ന ആൾ നമ്മളെന്തോ പറ്റിക്കാൻ വരുന്ന മട്ടിലാണ് കാണുക. പിന്നെ അഹമ്മദാബാദിൽ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ ട്രെയിനിങ് കൊടുത്തു. ഫസ്റ്റ് ടൈം ഒരു ഗവൺമെൻറ് ഓഫീസിൽ നമ്മൾ വി ഹാവ് ഫിക്സ്ഡ് ടാർഗറ്റ്, ഡിസ്ട്രിക്ട് ടാർഗറ്റ്, താലൂക്ക് ടാർഗറ്റ്, പഞ്ചായത്ത് ടാർഗറ്റ് ഫിക്സ് ചെയ്തു. പിന്നെ അങ്ങനെ ഒരു കമ്പൈൻ വർക്കായിട്ടാണ്, ഒരു മിഷൻ മോഡലാണ് നമ്മളിത് വർക്ക് ചെയ്തത്. അപ്പോൾ അതിനിടയിൽ ഞാൻ എല്ലാ വശങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മളെല്ലാവരും want to know the findings of the reports, what are the advantages, what the impact on economy and social aspects, including some mental health aspects also, which you have mentioned earlier. അപ്പോൾ അതെല്ലാം അതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അന്ന് മാധ്യമങ്ങൾ ഇടയ്ക്കൊരു ഇത്രയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ ക്യാമ്പയിൻ വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞങ്ങൾ ഇത് വസ്തുതാപരമായി ഇപ്പം ഞാൻ നോക്കി ഇന്നത്തെ വാട്ട് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്സ് ടുഡേ, ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ദ പബ്ലിക് ഡൊമൈൻ. എവറിത്തിങ് ഇസ് അവൈലബിൾ ഇൻ ദ പബ്ലിക് ഡൊമൈൻ. 3,35,214 new units started within 2 years and 8 months. A great achievement. 21,420 crores, 16 lakhs investment.
not a FDI, small investment. Employment generation is 7,10,613. ഇതൊരു റെക്കോർഡാണ്. കാരണം 1000 കോടിയുടെ നിക്ഷേപം തന്നെ വലിയ വാർത്തയായിരിക്കും വിദേശ നിക്ഷേപമാണെങ്കിൽ. ഇത് ചുരുങ്ങിയ സമയം കൊണ്ടാണ്. ഔട്ട് ഓഫ് ദിസ് 1,66,916 are women entrepreneurs, 31.9%. 37 transgenders. 986 are ST entrepreneurs. 12,209 SC entrepreneurs. Every category representation is available in the public domain. ഈ 21,000 വരുന്ന ക്യാപിറ്റൽ, അതിൻ്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞ പോലെ 21,420. അത് ചിലപ്പോൾ നേരത്തെ ഇറ്റ് വാസ് നോട്ട് ക്യാപിറ്റൽ, it was a gold ornament. This transformed to industrial capital. Sometimes it was a deposit in the bank. Whenever they had decided to start an industry, then that deposit transformed as a industrial capital. Sometimes it may be liquid cash. നിങ്ങളുടെ ഇത് കടം വാങ്ങിയതായിരിക്കും, അത് മൂലധനമായി മാറി. Whenever it transformed to capital, that means it generates employment. That is the difference. Otherwise, sometimes you will get some interest, or you can pledge the gold in a bank, then you have to pay the interest. And for the deposit, you will get interest. But whenever it transforms to a capital, that means it generates employment. It gives more to the economy. അതാണ് ഈ 21,420 crore rupees-ന്റെ പ്രത്യേകത. അത് മൂലധനമായി മാറി. നമ്മുടെ നാട്ടിലെ പണം തന്നെ മൂലധനമായി മാറി. അപ്പം അതിൻ്റെ ഭാഗങ്ങളെല്ലാം ഇവർ അവതരിപ്പിക്കും, അതിലേക്ക് കിടക്കുന്നില്ല. CMD കുറച്ച് വേറൊരു പെർസ്പെക്റ്റീവിലെ ഒരു സ്റ്റഡി. ഒരു 30% ആണ് മോർട്ടാലിറ്റി റേറ്റ് ഫസ്റ്റ് ഇയർ MSME-യുടെ ഇന്ത്യയിൽ. നമ്മൾ ഒരു സെമിസ്റ്റർ 15 താഴെ നിൽക്കുന്നത്. ഇപ്പോഴത്തെ വന്ന ഇൻഡസ്ട്രികളുടെ പൊതു സ്വഭാവം എന്തൊക്കെയാണ്? ഇത് സ്റ്റഡി ആകുമ്പോൾ നമുക്ക് കയ്യടി മാത്രമല്ല, നമ്മുടെ കുറവുകൾ എന്തൊക്കെയാണ്, നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഇതുകൂടി ഒരു പ്രോസസ്സാണ്. നമ്മളുടെ ഒരു കുറവ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് ഡോക്യുമെന്റേഷനില്ല, ഡാറ്റാബേസേ ഉണ്ടായിരുന്നില്ല. ഞാൻ മന്ത്രിയായതിനു ശേഷം നമ്മുടെ ഉദ്യോഗസ്ഥരോട് വെച്ചു, നമുക്കൊരു ഡാറ്റാബേസ് വേണം. ഇപ്പോൾ 1000 കോടിക്ക് ടേൺ ഓവർ കൂടുതലുണ്ടോ? കേരളത്തെ കുറിച്ച് പൊതുചിത്രം പെട്ടിക്കടയും ബാർബർ ഷോപ്പും പിന്നെ ബീവറേജ് മാത്രമുള്ളതെന്നാണല്ലോ പൊതുവെ അവതരിപ്പിക്കുന്നത്. അപ്പം നമുക്ക് എന്താണ് ഇൻഡസ്ട്രി? 1000 കോടിക്ക് മുകളിലുണ്ടോ? അതിന് താഴെ എത്ര? 500 താഴെ എത്ര? ടേൺ ഓവർ അനുസരിച്ച്, ഇൻവെസ്റ്റ്മെന്റ് അനുസരിച്ച്, സെക്ടർ എങ്ങനെ, മാനുഫാക്ചറിങ് എത്ര, സബ് സെക്ടേഴ്സ് എങ്ങനെ, ഫുഡ് പ്രോസസ്സിങ് എത്ര, ഇലക്ട്രോണിക്സ് എത്ര? അപ്പൊ നമുക്ക് ആ ഡാറ്റ ഉണ്ടായില്ല. ഇപ്പോൾ നമ്മൾക്ക് എല്ലാ ഡാറ്റയും നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ ഫിംഗർ ടിപ്സിന്റെ എല്ലാം. 1000 കോടിക്ക് മുകളിൽ 44 ഏതൊക്കെയാണ്, ഏത് സെക്ടറാണ്, 500-നും 1000-ത്തിനിടയിൽ ഏതൊക്കെയാണ്, ഏത് ജില്ലയിലാണ്, ഏത് സെക്ടറാണ്, 100-നും 500 കോടിക്കിടയിൽ ടേൺ ഓവർ ഉള്ളത് ഏത് ജില്ലയിലാണ്, എല്ലാം നമുക്ക് ഡാറ്റയുണ്ട്. എത്ര ഫോറിൻ കമ്പനീസ് ഉണ്ട്, ടെക്നോളജി പാർട്ട്ണർഷിപ്പ്, ജോയിന്റ് വെഞ്ചേഴ്സ്, ഏതെല്ലാം ഫോറിൻ കമ്പനീസ് ആർ വർക്കിംഗ് ഹിയർ, ഓൾ ഡാറ്റ ഈസ് അവൈലബിൾ വിത്ത് us now. ഇതിലും നമ്മൾ നോക്കുമ്പോൾ ചിലത് നമ്മൾ എത്ര ശ്രമിച്ചാലും രക്ഷപ്പെടുത്താൻ പറ്റില്ല, ഒരു ആവേശം തുടങ്ങിയതായിരിക്കും. ഇപ്പൊ നമ്മൾ വി ഹാവ് സെറ്റ് അപ്പ് സർട്ടൻ മെക്കാനിസം. MSME clinic. If you have diagnosed any issue with regard to management, technology, marketing, financing, you can approach this clinic. You can seek the advice of the experts from the panel. Each and every district we have established these MSME clinics. Then chartered accountants. എല്ലാ മാസവും ഒരു ദിവസം ഫ്രീ സർവീസ്. How to prepare the financial document, how to prepare the GST returns. Free service for the first year. CA-കാരുടെ. ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ ഉള്ളത് കൊണ്ട് 15 താഴെ മോർട്ടാലിറ്റി റേറ്റ് 15%-ലേക്ക് നിൽക്കുന്നുണ്ട്. എന്നാൽ ചിലത് നമ്മൾ എത്ര ശ്രമിച്ചാലും രക്ഷപ്പെടുത്താൻ പറ്റാത്തുണ്ടാവും, 10-15%. ചിലത് സ്ട്രഗ്ലിംഗ് ആയിരിക്കും, നമ്മൾ കൂടെ ഒന്ന് ഒപ്പം നിന്നാൽ ചിലപ്പോൾ ഒന്ന് പൊക്കിയിടുക. അതാണ് സെക്കൻഡ് കാറ്റഗറി.
ചിലത് കയറി വരുന്നുണ്ട്, ഒരു സാധ്യത ഉള്ളതാണ്. തേർഡ് കാറ്റഗറി. ഫോർത്ത്, ഒരു സ്കെയിലിംഗ് അപ്പ് സാധ്യതയുള്ള ഒരു ചെറിയ പെർസെൻറ്റേജ് ആയിരിക്കും. ഇതിന്റെ ചെറിയ പെർസെൻറ്റേജ് 3 lakhs പറയുമ്പോൾ അത്രയും പെർസെൻറ്റേജ് ചെറുതാണെങ്കിലും എണ്ണം കൂടും. പെർസെൻറ്റേജിന്റെ സൗകര്യം എങ്ങനെയാണല്ലോ. ഇതാണ് നമ്മൾ CMD സ്റ്റഡി. അപ്പോൾ അത് നമുക്കൊരു ഇൻപുട്ടാണ് ഫോർ ഫോർമുലേറ്റിംഗ് പോളിസീസ്. വാട്ട് ഈസ് ടു ബി ഡൺ to scaling up these MSMEs, to protect them, to give more energy for financial or technical supports. ഫിനാൻഷ്യൽ മാത്രം വേണമെന്നില്ല, ചിലതിന് ഒരു ഹാൻഡ് ഹോൾഡ് കൊടുത്താൽ മതി. മാർക്കറ്റ് നമ്മൾ എന്ത് ചെയ്തു? സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ റേഷൻ ഷോപ്പിനോട് ഒപ്പം നമ്മുടെ സ്റ്റോർ ഉണ്ട്. സ്റ്റോറിൽ നിങ്ങൾക്ക് ലോക്കൽ പ്രൊഡക്റ്റ് വിൽക്കാം. 12 കോടിയുടെ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ ഒരു 8 മാസത്തിനുള്ളിൽ സ്റ്റോർ വഴി MSME ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ വിറ്റു. 12 കോടിയുടെ. ദെൻ ഓൺലൈൻ മാർക്കറ്റിംഗ്, അതെല്ലാം നമുക്ക് മാർക്കറ്റിംഗ് സഹായിച്ചു കൊടുക്കാം. അതാണ് CMD സ്റ്റഡി. നമ്മുടെ ഇതിലെല്ലാം നമുക്കൊരു ഇൻപുട്ടാണ് ഫോർ ഫോർമുലേറ്റിംഗ് പോളിസീസ്. ഒരു ഡോക്യുമെന്റേഷൻ ആണ്. ഡോക്യുമെന്റേഷൻ മാത്രമല്ല, ഇറ്റ് ഈസ് ആൻ ഇൻപുട്ട് ഫോർ ഗവൺമെന്റ് ടു ഫോർമുലേറ്റിംഗ് പോളിസീസ്, ഹൗ ടു മൂവ് ഫോർവേഡ്. അതാണ് നമ്മൾ ഇതുവഴി ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് 2025 ഫെബ്രുവരി 21, 22 ഗ്ലോബൽ സമ്മിറ്റ്, ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ്. 4 റോഡ് ഷോസ് കഴിഞ്ഞു. ഇന്നലെ ഡൽഹിയിൽ all of were in Delhi. Diplomats conclave, 36 diplomats were participated in that meeting. മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. റോഡ് ഷോ ഡൽഹി, മുംബൈ, ചെന്നൈ, ബാംഗ്ലൂരു is over. January 12th and 13th in Dubai. And sector-wise meeting, generative AI conclave is over. Roundtables on robotics and maritime, logistic. Then this high-tech farming, tourism, waste energy management, these type of conclaves, roundtables are almost over. Sector-based meetings over. Conclaves of the industry list with more than 1,000 crore turnover, in between 500 and 1,000, 100 and 1,000, and also the investors in our parks. That type of get-togethers are over. നമ്മുടെ കൺവേർഷൻ റേറ്റ് കൂട്ടണം. സാധാരണ ഈ ഗ്ലോബൽ ഇൻവെസ്റ്റ് സമ്മിറ്റിന്റെ കൺവേർഷൻ റേറ്റ്, വി ആർ ഗോയിങ് ടു ദ റിപ്പോർട്ട്സ് പബ്ലിഷ് ഇൻ ദ പ്രിന്റ് ഓർ വയർ, ദാറ്റ് ഈസ് അറൌണ്ട് 10 to 15% മാക്സിമം. ബിഗ് ഡിക്ലറേഷൻസ് ആർ ദർ, ബട്ട് കൺവേർഷൻ റേറ്റ് ഈസ് നോട്ട് that much, very low. We are trying to make it plus 50. That is our approach in this year global summit. മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. We are waiting for the findings of this study. I would like to express our gratitude on behalf of the government to IIM Indore for taking this challenge and make a wonderful report. I hope the findings of the report will give more light to the government to formulating new policies to attract more investment and to create more employment opportunities in the state. And also CMD is our own institute. They are also doing very good scientific study. I would like to congratulate them also. And by these words, I inaugurate this meeting to present and presentation and handing over of study reports on Year of Enterprises. Thank you.